അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വബഅദ്. നമ്മൾ ദമീറുകളെ കുറിച്ചാണ് ഇവിടെ വിശദീകരിച്ച് വരുന്നത്. അതിൽ ഗ്രന്ഥകാരൻ വിശദീകരിച്ച അല്ലെങ്കിൽ നൽകിയ ദമീറുകളെക്കുറിച്ചുള്ള പല ബെയ്ത്തുകളും നമ്മൾ ഇവിടെ മനസ്സിലാക്കുകയുണ്ടായി. വആലിഫും വൽവാഉ വന്നൂനു ലിമ ഗബ വഗൈരിഹി കഖാമ വഅലമ എന്ന ബെയ്ത്താണ് നമ്മൾ പഠിച്ചത്. ഇനി അതിൻ്റെ തുടർച്ചയിൽ മുസ്തതിറായ ദമീറുകളെക്കുറിച്ച് ഇവിടെ അദ്ദേഹം തുടർന്ന് നൽകുന്ന വരിയാണ് നമുക്കുള്ളത്. അദ്ദേഹം പറയുന്നു, വമിൻ ദമീരിർ റഫ്ഇ മാ യസ്തതിറു കഫ്അൽ ഉവാഫിഖ് നഗ്തബിത് ഇദ് തഷ്കുറു. വമിൻ ദമീരിർ റഫ്ഇ, റഫ്ഇൻ്റെ ദമീറുകളിലുണ്ട് മാ യസ്തതിർ. മാ യസ്തതിർ മുസ്തതിറായവ, മറഞ്ഞവ. മുസ്തതിർ എന്ന് പറഞ്ഞാൽ മറഞ്ഞത് എന്നർത്ഥം. മുസ്തതിറായവ എന്ന് പറഞ്ഞാൽ ഉച്ചരിക്കാൻ കഴിയാത്ത വിധം മറഞ്ഞ ദമീർ എന്നാണ്. ദമീറുകളിൽ ബാരിസായ ദമീർ എന്ന് പറയും, പിന്നെ മുസ്തതിറായ ദമീർ എന്ന് പറയും. ബാരിസ് ഉണ്ട്, മുസ്തതിറുണ്ട്. ബാരിസ് അതാണ് നമ്മളിപ്പോൾ മുമ്പൊക്കെ പഠിച്ചത്. ഫഅൽതു, ഫഅൽത, ഫഅല, ഫഅലു, അതേപോലെ ഖാമ, വഅലമ, ഖാമു, വഅലമു, ഇങ്ങനെയുള്ള ദമീറുകൾ. ഇതൊക്കെ ബാരിസാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചരിക്കാൻ കഴിയും. അത് വ്യക്തമായി ഉച്ചരിക്കാൻ സാധ്യമാം വിധമുള്ളതാണ് ബാരിസ്. എന്നാൽ മുസ്തതിർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചരിക്കാൻ കഴിയില്ല. ഇപ്പം ഖും, ഖും എന്ന് പറഞ്ഞാൽ നീ നിൽക്ക് എന്നാണ്. നീ നിൽക്ക്. അവിടെ ദമീർ മുസ്തതിറാണ്. അൻത എന്ന നീ എന്നർത്ഥം വരുന്ന ദമീർ അത് ഖും എന്നതിൽ മുസ്തതിറാണ്, മറഞ്ഞതാണ്. മുസ്തതിർ എന്ന് പറയാൻ കാരണം അത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഉച്ചരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. മുസ്തതിറായ ദമീറിൻ്റെ പ്രത്യേകത അതാണ്. ഈ മുസ്തതിറായ ദമീർ തന്നെ വാജിബുൽ ഇസ്തിതാറുണ്ട്, ജായിസുൽ ഇസ്തിതാറുണ്ട്. നിർബന്ധമായും മുസ്തതിറാകേണ്ട ദമീറുണ്ട്, പിന്നെ ജായിസായവ, ജായിസുൽ ഇസ്തിതാറുണ്ട്. മുസ്തതിറുൻ വുജൂബൻ എന്ന് പറയും, മുസ്തതിറുൻ ജവാസൻ എന്ന് പറയും. അപ്പോൾ രണ്ട് നിൽക്കുന്നുണ്ട് ഈ മുസ്തതിറുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കത് വഴിയെ മനസ്സിലാക്കാം ഏതാണ് വാജിബായി മുസ്തതിറാവേണ്ട, ഏതാണ് ജായിസായി മുസ്തതിറാവേണ്ട ദമീർ എന്നത്. ഇവിടെ ഗ്രന്ഥകാരൻ പറയാണ്, വമിൻ ദമീരി റഫ്ഇ, റഫ്ഇൻ്റെ ദമീറുകളിൽ ഉണ്ട് മാ യസ്തതിർ, മുസ്തതിറായ യാതൊന്ന്. മുസ്തതിറായതെന്ന് പറഞ്ഞെങ്കിൽ ഉച്ചരിക്കാൻ കഴിയാത്ത വിധമുള്ള ദമീറുകൾ, ഉച്ചരിക്കാൻ കഴിയാത്ത വിധമുള്ള ദമീറുകൾ അതൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഉച്ചരിക്കാൻ പറ്റില്ല. അതിൻ്റെ ഉദാഹരണം നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഗ്രന്ഥകാരൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഉദാഹരണത്തിന് ഖും, ഖും എന്ന് പറഞ്ഞാൽ നീ എഴുന്നേൽക്കുക എന്നാണ്. നീ എഴുന്നേൽക്കുക. അപ്പോൾ അവിടെ അൻത എന്ന ദമീർ ഇതിൻ്റെ ഫായിലാണ്. അത് ദമീർ മുസ്തതിറുൻ വുജൂബൻ, നിർബന്ധമായിട്ടും അത് മുസ്തതിറായിട്ടുള്ള ദമീറാണ്. കാരണം അത് ഒരിക്കലും ഉച്ചരിക്കാൻ കഴിയാത്ത വിധം ഈ ക്രിയയിൽ മറഞ്ഞു കിടക്കുന്ന ദമീറാണ്. തയ്യബ്.
അവിടെ ഗ്രന്ഥകാരൻ വമിൻ ദമീരി റഫ് എന്ന് പറയുമ്പോൾ റഫിൻ്റെ ദമീറുകളിലുണ്ട് മായസ്തത്തിർ മുസ്തത്തിറായവ എന്ന് പറയുമ്പോൾ നമുക്ക് നസ്ബിൻ്റെ ദമീറും ഉണ്ട്, നമുക്ക് ജറിൻ്റെ ദമീറും ഉണ്ട്. ജറിൻ്റെ ദമീറും ഉണ്ട്. അപ്പോൾ റഫിൻ്റെ ദമീറുകളിലാണ് എന്തുള്ളത്? മായസ്തത്തിർ. അപ്പോൾ നസ്ബിൻ്റെ ദമീറിൽ ആരില്ല? മുസ്തത്തിറായവയില്ല. ജറിൻ്റെ ദമീറിലും മുസ്തത്തിറായവ ഇല്ല. അതായത് ഇന്ന് നമ്മൾക്ക് ഈ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കാനുള്ള ഒരു വിഷയമാണ്. നമ്മൾ നസ്ബിൻ്റെ ദമീറുകൾ പറഞ്ഞു. ഇയായ, ഇയാന, ഇയാക്ക, ഇയാക്കുമ, ഇയാക്കും, ഇയാക്കി, ഇയാക്കുമ, ഇയാക്കുന്ന, ഇയാഹു, ഇയാഹുമ, ഇയാഹും, ഇയാഹ, ഇയാഹുമ, ഇയാഹുൻ. ഇതൊക്കെ നസ്ബിൻ്റെ ദമീറുകളാണ്. അതിൽ എന്തുണ്ടാവില്ല? മുസ്തത്തിറായവ ഉണ്ടാവില്ല. ജറിൻ്റെ ദമീറുകളും അപ്രകാരം. ബിഹി, ബിഹിമ, ബിഹിം, ബിഹ, ബിഹിമ, ബിഹിൻ, ബിക, ബിക്കുമ, ബിക്കും, ബിക്കി, ബിക്കുമ, ബിക്കുൻ, ബി, ബിന. ജറിൻ്റെ ദമീർ. അതിലും എന്തുണ്ടാവില്ല? മുസ്തത്തിറായവ ഉണ്ടാവില്ല. മുസ്തത്തിറായവ എവിടെ ഉണ്ടാവുള്ളൂ? റഫിൻ്റെ ദമീറുകളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഗ്രന്ഥകാരൻ ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ് ഉദാഹരണത്തിലൂടെ. വമിൻ ദമീരി റഫ്ഇ മാ യസ്തതിറു കഫ്അൽ ഉവാഫിഖ് നഗ്തബിത് ഇത്തഷ്കുറു. കഫ്അൽ, ഇഫ്അൽ എന്നതിലുള്ള ദമീർ പോലെ ഇഫ്അൽ. അതേപോലെ ഉവാഫിഖ്, ഇത് ഉദാഹരണമാണ്. ഇഫ്അൽ എന്നതിലുള്ള ദമീർ മുസ്തത്തിറായ റഫിൻ്റെ ദമീറാണ്. ഉവാഫിഖ് എന്നതിലുള്ള ദമീർ മുസ്തത്തിറായ റഫിൻ്റെ ദമീറാണ്. നഗ്തബിത് എന്നതിലുള്ള ദമീർ മുസ്തത്തിറായ റഫിൻ്റെ ദമീറാണ്. തഷ്കുറു എന്നതിൻ്റെ ദമീറും മുസ്തത്തിറായ റഫിൻ്റെ ദമീറാണ്. അത് വുജൂബൻ, വുജൂബൻ നിർബന്ധമായും അത് മുസ്തത്തിറായിരിക്കണം എന്നുള്ളതാണ്. ഇഫ്അൽ, ഉവാഫിഖ്, നഗ്തബിത്, ഇദ് തഷ്കുറു. ഉദാഹരണത്തിന് വേണ്ടിയിട്ട് ഈ നിർബന്ധമായും അറിയേണ്ട ദമീറുകൾക്കുള്ള ഉദാഹരണം കിട്ടാൻ അദ്ദേഹം കൊണ്ടുവന്നാണിത്. അതിൻ്റെ അർത്ഥം പറഞ്ഞാൽ ഇഫ്അൽ നീ പ്രവർത്തിച്ചോ, ഉവാഫിഖ് ഞാൻ യോജിക്കും, നഗ്തബിത് നമുക്ക് സന്തോഷിക്കാം, ഇദ് തഷ്കുറു നീ നന്ദി പ്രകാശിപ്പിക്കുന്ന സമയം എന്നുള്ളതാണ്. അത് ഉദാഹരണത്തിനാണ്. ഇവിടെ ഇഫ്അൽ എന്നുള്ളത് ഇഫ്അൽ ഇത് ഫിഉൽ അംറാണ്. ലിൽ വാഹിദിൽ മുഖാത്തബ്, ലിൽ വാഹിദിൽ മുഖാത്തബ്. ഇഫ്അൽ ഫിൽ അംർ ലിൽ വാഹിദിൽ മുഖാത്തബ്. ഒരാളോട് അഭിസംബോധന ചെയ്യാനുള്ള കൽപ്പനക്രിയയാണ് ഇഫ്അൽ. നീ പ്രവർത്തിക്ക്, നീ പ്രവർത്തിക്ക്. ഇവിടെ ഒരാളോടുള്ള കൽപ്പനക്രിയ, ഒരാളോടുള്ള കൽപ്പനക്രിയ, അതിൽ ദമീറുണ്ട്. ആ ദമീർ വാജിബുൽ ഇസ്തിത്താർ, നിർബന്ധമായും മുസ്തത്തിറായിരിക്കണം. അത് റഫിൻ്റെ ദമീറാണ്. കാരണം ഇഫ്അൽ എന്നുള്ളത് നീ പ്രവർത്തിക്കുക, നീ ഫാഇലാണ്. അപ്പോൾ ഇഫ്അൽ ഫിഉൽ അംർ, ഫാഇലുഹു ദമീറുൻ, അതിൻ്റെ ഫാഇൽ ദമീറാകുന്നു. മുസ്തതിറുൻ വുജൂബൻ, നിർബന്ധമായും മുസ്തതിർ മറഞ്ഞ ദമീറാണ്. കാരണം ആ ദമീർ ഒരിക്കലും ഉച്ചരിക്കാൻ പറ്റൂല. അതേസമയം ഇപ്പോൾ ഇത് ഈ ഒരാളോടുള്ള ഖിതാബിന് ഉള്ള ഫിഉൽ അംറാണ്. എന്നാൽ ഇത് രണ്ടാളോടുള്ള കൽപ്പനയാണെങ്കിലോ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇഫ്അല, കുറേ ആളുകളോടുള്ളതാണെങ്കിലോ ഇഫ്അലൂ. ഇനി പിന്നെ സ്ത്രീയോടുള്ള കൽപ്പനയാണെങ്കിലോ ഇഫ്അലി. പിന്നെ കുറേ സ്ത്രീകളോടുള്ള കൽപ്പനയാണെങ്കിലോ ഇഫ്അൽന. ഉണ്ടോ? ഇവിടെ രണ്ടാളുകളുടെ കൽപ്പനയാകുമ്പോൾ ഫാഇൽ ഇവിടെ നോക്കിയേ അലിഫാണ്, അത് ബാരിസായ ദമീറാണ്. കുറേ ആളുകളുടെ കൽപ്പനയാകുമ്പോൾ വാവാണ്, ബാരിസായ ദമീറാണ്. ഒരു പെണ്ണിനോടുള്ള കൽപ്പനയാകുമ്പോൾ യാവുൽ മുഖാത്തബത്താണ്, അത് ബാരിസായ ദമീറാണ്.
കുറേ സ്ത്രീകളോടാകുമ്പോൾ നൂൻ നിസ്വയാണ്. അത് പിന്നെ ബാരിസായ റഫിൻ്റെ ദമീറാണ്. അപ്പോൾ ഇവിടെ ഒരു വ്യക്തിയോട് എന്ന് പറഞ്ഞാൽ പുരുഷനോട് ഉള്ള ഖിതാബിലുള്ള ഫിഅ്ലു അംർ, ഇഫ് അൽ, കുൽ, ഖും, ഇഷ്റബ്, ഇജ്ലിസ്, ഇങ്ങനെ ഒരാളോടുള്ള കൽപ്പനക്രിയയിൽ ഉള്ള ദമീർ അത് റഫിൻ്റെ മുസ്തതിറായ വുജൂബായിട്ടുള്ള ദമീറാണ്. എന്നാൽ ഒന്നിലേറെ ആളുകളോട് കൽപ്പനയാണെങ്കിൽ, ഇപ്പോൾ ഒരു 2 ആണുങ്ങളോട് കൽപ്പിക്കുകയാണ് ഇഫ് അല, അവിടെ ദമീർ ബാരിസായി. 2 സ്ത്രീകളോട് കൽപ്പനയാണെങ്കിലും ഇഫ് അല ബാരിസാണ്. ഇഫ് അലു കുറേ പുരുഷന്മാരോടുള്ള കൽപ്പനയാണെങ്കിൽ ബാരിസായ ദമീറാണ് ഇവിടെ ഫാഇൽ. ഇഫ് അലി ഒരു പെണ്ണിനുള്ള കൽപ്പനയാകുമ്പോൾ യാ ഉൽ മുഖാത്തബത്താണ്. ഇഫ് അൽന കുറേ സ്ത്രീകളോടുള്ള കൽപ്പനയാണെങ്കിൽ ഇഫ് അൽന. കേട്ടോ, ഫായിൽ ഇവിടെ നൂൻ നിസ്വയാണ്, അത് പിന്നെ ബാരിസായ ദമീറാണ്. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു വിഷയം നമുക്ക് വ്യക്തമാവണം. ഇഫ് അൽ എന്നതിൽ ദമീറുണ്ട്, അത് മുസ്തത്തിറുൻ വുജൂബൻ. രണ്ടാമത്തേത് ഉവാഫിഖ്, ഹംസ കൊണ്ട് തുടങ്ങുന്ന മുദാരിയായ ഫിഅൽ. ഹംസ കൊണ്ട് തുടങ്ങുന്ന മുദാരിയായ ഫിഅൽ. അൽ ഫിഅലുൽ മുദാരിഉൽ മബ്ദൂഉ ബിൽ ഹംസ, ഹംസ കൊണ്ട്, ഇതാണ് ഹംസത്ത്, തുടങ്ങുന്ന മുദാരിയായ ഫിഅൽ. അതിൽ ഉള്ള ദമീർ, ഇതിനുള്ള ദമീർ ഏതാണ്? അന എന്നുള്ള ദമീറാണ്. വാഫിഖ്, ഞാൻ യോജിക്കും, ഞാൻ ഒക്കും. മനസ്സിലായോ? അപ്പോൾ അൽ ഫിഅലുൽ മുദാരിഉൽ മബ്ദൂഉ ബിൽ ഹംസ, ഹംസ കൊണ്ട് തുടങ്ങുന്ന മുദാരിയായ ഫിഅൽ, അതിൽ ഫായിലിൻ്റെ ദമീർ, അത് റഫിൻ്റെ ദമീറാണ്. ആ ദമീർ മുസ്തതിറാണ്, ഉച്ചരിക്കാൻ പറ്റൂല. എങ്ങനെ മുസ്തതിറാണ്? വുജൂബൻ, നിർബന്ധമാണ് അതിൽ ആ ദമീർ മുസ്തതിറാകുക എന്നുള്ളത്. അതൊരിക്കലും ബാരിസാകൂല. ഇഫ് അൽ എന്നതിൽ അൻത എന്ന ദമീർ, ഉവാഫിഖ് എന്നതിൽ അന എന്ന ദമീർ. ഇതേപോലെ അൽ ഫിഅലുൽ മുദാരിഉൽ മബ്ദൂഉ ബിൻ നൂൻ, നൂന് കൊണ്ട് തുടങ്ങുന്ന മുദാരിയായ ഫിഅൽ. അൽ ഫിഅലുൽ മുദാരിഉൽ മബ്ദൂഉ ബിൻ നൂൻ, നൂന് കൊണ്ട് തുടങ്ങുന്ന മുദാരിയായ ഫിഅൽ. അതിലുള്ള ദമീർ റഫിൻ്റെ ദമീറാണ്, കാരണം അത് ഫാഇലാണ്. അത് മുസ്തതറായിരിക്കണം, വുജൂബൻ, നിർബന്ധമായിട്ടത് എന്തായിരിക്കണം? മുസ്തതറായിരിക്കണം. ഇവിടെ നഹ്നു എന്നുള്ളതാണ് പ്രസ്തുത ദമീർ. ഉണ്ടോ? നഹ്നു, അൻത, അന, നഹ്നു, ഇതൊക്കെ റഫിൻ്റെ ദമീറാണ്. റഫിൻ്റെ ദമീറേ മുസ്തതിറാകൂ. അത് വുജൂബൻ മുസ്തതിറാകുന്നത് ഇഫ്അൽ പോലുള്ള ക്രിയകളിൽ, ഫിൽ അംർ ലിൽ വാഹിദിൽ മുഖാത്തബ്, പിന്നെ ഉവാഫിഖ് എന്ന പോലെ മുദാരിഅ ഫിഅൽ അൽ മബ്ദൂഉ ബിൽ ഹംസ, പിന്നെ മുദാരിഅ ഫിഅൽ അൽ മബ്ദൂഉ ബിൻ നൂൻ. ഇനി വുജൂബൻ മുസ്തതറാകേണ്ട മറ്റൊരു അവസരം, അത് അൽ ഫിഅലുൽ മുദാരിഉൽ മബ്ദൂഉ ബിത്ത, താ കൊണ്ട് തുടങ്ങുന്ന മുദാരിഅ ഫിഅലാണ്. താ കൊണ്ട് തുടങ്ങുന്ന മുദാരിഅ ഫിഅൽ. അതിന് ഉദാഹരണമാണ് ഇവിടെ തഷ്കുറു, നീ നന്ദി കാണിക്കുന്നു, തഷ്കുറു. ഇവിടെ അൻത എന്ന ദമീർ, അത് നിർബന്ധമായിട്ടും മുസ്തതിറായിരിക്കണം. ഈ തഷ്കുർ പറയുമ്പോൾ നമ്മൾ ഇഫ്അൽ പറഞ്ഞതുപോലെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. അതെന്താ? തഷ്കുറു, ഇപ്പോൾ നമ്മളിവിടെ തഷ്കുറു അവിടുത്തെ തന്നെ എടുത്ത് എഴുതാം. എങ്ങനെ? അൽ ഫിഅലുൽ മുദാരിഉ അൽ മബ്ദൂഉ ബി താഇൽ ബിതാഇൽ ഖിതാബ് ലിൽ വാഹിദി. എന്താ എഴുതിയേ? റഫിൻ്റെ ദമീർ
വാജിബ് ആയി മുസ്തത്തിറാകേണ്ട മറ്റൊരു സന്ദർഭം ഏതാണ്, ക്രിയ ഏതാണ്? അത് അൽ ഫഅലുൽ മുദാരി ആയ ഫീലാണ്. എങ്ങനെയാണ് മുദാരി ആയ ഫീൽ? അൽ മബ്ദു ബിത്ത, താ കൊണ്ട് തുടങ്ങുന്ന മുദാരി ആയ ഫീലാണ്. ഏത് താ? അൽ ഖിതാബ് ലിൽ വാഹിദ്, അൽ ഖിതാബ് ലിൽ വാഹിദ്, ബിതാ ഇൽ ഖിതാബി ലിൽ വാഹിദി, ഒരാളോട് ഖിതാബ് ചെയ്യുവാനുള്ള ത ഉണ്ടോ. തഷ്കുറു, നീ ഒരു പുരുഷൻ നന്ദി കാണിക്കുന്നു. തഫ്അലു, നീ ഒരു പുരുഷൻ പ്രവർത്തിക്കുന്നു. തഅകുലു, നീ ഒരു പുരുഷൻ തിന്നുന്നു. തശ്റബു, നീ ഒരു പുരുഷൻ കുടിക്കുന്നു. ഇങ്ങനെ താഉൽ ഖിതാബ് ലിൽ വാഹിദി, ഒരു പുരുഷനോടുള്ള ഖിതാബിൻ്റെ അഭിസംബോധനക്കുള്ള താ കൊണ്ട് ആരംഭിക്കുന്ന അൽ ഫഅലുൽ മുദാരി ആയ ഫഅലിൽ അൻത എന്ന ദമീറുണ്ട്. അതാണ് ഫായിൽ റഫിൻ്റെ ഹാലല്ലേ. അപ്പോൾ അത് റഫിൻ്റെ ദമീറാണ്. ഇങ്ങനെയുള്ളതിൽ എന്താണ്? ദമീർ നിർബന്ധമായും മുസ്തത്തിറായിരിക്കണം. ഇത് നമ്മൾ ഇഫ്അൽ എഴുതിയതുപോലെ ഇവിടെ എഴുതാൻ കാരണം, ഈ താ കൊണ്ട് ആരംഭിക്കുന്ന മുദാരിയായ ഫീലിൻ്റെ മറ്റു സീഖകളുണ്ട് താ കൊണ്ട് ആരംഭിക്കുന്ന. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇത് തഷ്കുറു, ഇനി രണ്ടാളോടുള്ള ഇതാണെങ്കിൽ എന്താ പറയുക? തഷ്കുറാനി അല്ലേ, തഷ്കുറാനി. കുറേ പുരുഷന്മാരോടുള്ളതാണെങ്കിലോ തഷ്കുറൂന. ഇനി ഒരു പെണ്ണിനോടുള്ളതാണെങ്കിലോ ലിൽ വാഹിദാണ്, ലിൽ വാഹിദത്ത്. ഒരു പെണ്ണിനോടുള്ളതാണെങ്കിലോ തഷ്കുരീന. കുറേ സ്ത്രീകളോടാണെങ്കിലോ തഷ്കുർന, തഷ്കുരീന. ഇവിടെ തഷ്കുർന. ഇവിടെ നോക്കിയേ, തഷ്കുറാനി, നിങ്ങൾ രണ്ട് പുരുഷന്മാർ നന്ദി കാണിക്കുന്നു. താവുൽ ഖിതാബ് കൊണ്ട് തന്നെയാണ് തുടങ്ങിയിട്ടുള്ളത് ഈ തഷ്കുറാനി എന്നുള്ളത്. പക്ഷേ ഇവിടെ ഖിതാബ് ലിൽ വാഹിദ് അല്ല, പിന്നെയോ ലിസ്നൈൻ, രണ്ടാളോടാണ്. അപ്പോൾ തഷ്കുറാനി, രണ്ട് പുരുഷന്മാർ നിങ്ങൾ നന്ദി കാണിക്കുന്നു. അവിടെ ഫായില് ബാരിസാണ്, ഇവിടെ അലിഫാണ്. തഷ്കുറൂന, താ കൊണ്ടാണ് മുദാരി ആഫിൽ തുടങ്ങിയിട്ടുള്ളത്. തഷ്കുറൂന താ കൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത്, താവുൽ ഖിതാബ് കൊണ്ട്. പക്ഷേ താവുൽ ഖിതാബ് ലിൽ വാഹിദ് അല്ല, പിന്നെയോ ലിൽ ജം, ഇത് ജമ്മിനാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ദമീർ ബാരിസാണ്, ഫായില് വാവ്. തഷ്കുരീന, നീ ഒരു പെണ്ണ് നന്ദി കാണിക്കുന്നു. തഷ്കുരീന, ഇവിടെ താവുൽ ഖിതാബ് കൊണ്ട് തന്നെയാണ് തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ താവുൽ ഖിതാബ് ലിൽ വാഹിദ് അല്ല, പിന്നെയോ ലിൽ വാഹിദത്താണ്. ഒരു പുരുഷനോടല്ല, പിന്നെയോ സ്ത്രീയോടാണ്. അപ്പോൾ ഇവിടെ തഷ്കുരീന എന്നുള്ളടത്ത് ഫായില് ബാരിസാണ്, യാഉൽ മുഖാത്തബത്താണ്. ഇനി രണ്ട് സ്ത്രീകളോടാണെങ്കിൽ തഷ്കുറാനി തന്നെയാണ്. താവുൽ ഖിതാബാണ് തുടങ്ങുന്നത്. പക്ഷേ അവിടെ ഫായില് പിന്നെ അലിഫാണ്. അവിടെ ഖിതാബ് വാഹിദിനല്ല, പിന്നെയോ ലിസ്നത്തൈൻ, നിങ്ങൾ രണ്ട് സ്ത്രീകൾ നന്ദി കാണിക്കുന്നു എന്നർത്ഥത്തിൽ. തഷ്കുർന എന്നുള്ളടത്ത് താവുൽ ഖിതാബ് കൊണ്ട് തന്നെയാണ് മുദാരി ആഫിൽ തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ മുദാരി ആഫിൽ ഖിതാബ് ഒരാളോടല്ല, പിന്നെ കുറേ സ്ത്രീകളോടാണ്. അപ്പോൾ ഇവിടെ ഫായിൽ ആരാണ്? ഫായിൽ ബാരിസാണ്, നൂനുൻ നിസ്വയാണ്, തഷ്കുർന. അപ്പോൾ ഇതിവിടെ നമ്മൾ പിന്നെ ഈ പിന്നെ വിഷയത്തിൽ തഷ്കുറു എന്നുള്ള ഉദാഹരണം ഇവിടെ പറയുമ്പോഴും അതേപോലെ ഇഫ്അൽ എന്നുള്ള ഉദാഹരണം പറയുമ്പോഴും നമ്മളിവിടെ വേറിട്ട് മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്. അത് ഞാനിവിടെ ഉണർത്തിയെന്ന് മാത്രം. അപ്പോൾ നമ്മൾ ഒന്നുകൂടി നമ്മളുടെ ബൈത്തിലേക്ക് വരികയാണ്. പിന്നെ വമിൻ ദമീരിർ റഫ്ഇ മാ യസ്തതിറു കഫൽ ഉവാഫിഖ് നഗ്തബിത് ഇദ് തഷ്കുറു. വമിൻ ദമീരിർ റഫ്ഇ, റഫ്ഇൻ്റെ ദമീറിൽ ഉണ്ട് മാ യസ്തതിറു, മുസ്തതിറായ ഒന്ന്, മുസ്തതിറാകുന്ന ഒന്ന്, മുസ്തതിറായ വ എന്നർത്ഥത്തിൽ. നമ്മൾ പറഞ്ഞു മുസ്തതിർ വാജിബുണ്ട്, ജായിസുണ്ട്. ജായിസിൻ്റെ ഉദാഹരണം ഞാൻ പറയാം. മുസ്തതിർ വാജിബായവയെയാണ് ഇവിടെ ഗ്രന്ഥകാരൻ ഉദാഹരിച്ചത്. കഫ്അൽ ഉവാഫിഖ് നഗ്തബിത് ഇദ് തഷ്കുറു. ഇഫ്അൽ എന്നത് പിന്നെ ഒരാളോടുള്ള ഖിതാബ് അഭിസംബോധനയുള്ള ഫിഉൽ അംറാണ്. അതിലുള്ള അൻത എന്നുള്ള ദമീർ
മുസ്തത്തിറുൻ വുജൂബനാണ്. രണ്ടാമത്തേത് ഉവാഫിഖ്, മുദാരിഅ ഫഇൽ ഹംസ കൊണ്ട് തുടങ്ങുന്നതാണ്. അതിൽ അന എന്നുള്ള ദമീർ വാജിബൻ മുസ്തത്തിറാണ്. നഖ്തബിത് എന്നുള്ള ഉദാഹരണം, അത് മുദാരിഅ ഫഇൽ, അത് നൂന് കൊണ്ട് തുടങ്ങുന്നത്. അതിൽ നഹ്നു എന്നുള്ള ദമീർ വുജൂബൻ മുസ്തത്തിറാണ്. പിന്നെ തഷ്കുറു എന്നത് മുദാരിഅ ഫഇൽ താവുൽ ഖിതാബ് കൊണ്ട് തുടങ്ങുന്നതാണ്. താവുൽ ഖിതാബ് ലിൽ വാഹിദി, ഒരാളോടുള്ള ഖിതാബാണ് എങ്കിൽ അതിലുള്ള ദമീർ അൻത എന്നുള്ളത് മുസ്തത്തിറായിരിക്കണം വുജൂബൻ, നിർബന്ധമായും. ഇതാണ് ഇവിടെ ഗ്രന്ഥകാരൻ പറയുന്നത്. എന്നാൽ ഇനി ഈ പിന്നെ നഹ്വിൻ്റെ പണ്ഡിതന്മാർ ജായിസുൽ ഇസ്തിതാറിൻ്റെ ഉദാഹരണം പറയും. ജായിസുൽ ഇസ്തിതാറിൻ്റെ ഉദാഹരണം പറയും. ഏത്? സൈദുൻ യഖൂമു, സൈദുൻ യഖൂമു. ഇവിടെ സൈദുൻ, സെയ്ദ്, യഖൂമു അവൻ എഴുന്നേൽക്കുന്നു എന്നാണ്. അവൻ എഴുന്നേൽക്കുന്നു. ഇവിടെ സെയ്ദ് എന്നുള്ളത് മുബ്തദയാണ്. യഖൂമു അവൻ എഴുന്നേൽക്കുന്നു, അവൻ എഴുന്നേൽക്കുന്നു. അവിടെ അവൻ എന്നുള്ള ദമീർ ഏതിലുണ്ട്? യഖൂമു എന്നുള്ളതിലുണ്ട്. യഖൂമു എന്നതിൽ ഉണ്ട്. ഈ യഖൂമു എന്ന ഫിഅലും അതിലടങ്ങിയ ഹുവ എന്നുള്ള ദമീറും, അതിലടങ്ങിയിട്ടുള്ള ഹുവ എന്നുള്ള ദമീറും അത് കൂടിയ ജുംലയാണ് ഈ സെയ്ദുൻ എന്നതിൻ്റെ ഖബർ. സെയ്ദുൻ യഖൂമു എന്നതിൻ്റെ ഖബർ. ഇവിടെ യഖൂമു എന്നുള്ളതിലുള്ള ഹുവ എന്ന ദമീർ അത് വുജൂബൻ മുസ്തത്തിറല്ല. വുജൂബൻ മുസ്തത്തിറല്ല. വുജൂബൻ മുസ്തത്തിറാകുമ്പോൾ അതൊരിക്കലും ഉച്ചാരണത്തിന് സാധ്യമല്ല, ഉച്ചരിക്കാൻ സാധിക്കില്ല, നുത്ഖിന് സാധ്യമല്ല. എന്നാൽ ഇവിടെ സെയ്ദുൻ യഖൂമു എന്നുള്ളതിലുള്ള ഹുവ എന്നുള്ള ദമീറിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതിയിട്ട് ഉച്ചരിക്കാൻ പറ്റും. സെയ്ദുൻ യഖൂമു ഹുവ, സെയ്ദുൻ സെയ്ദ്, യഖൂമു ഹുവ അവൻ നിൽക്കുന്നു. അപ്പോൾ ഇതിലുള്ള ദമീറിന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പിന്നെ എഴുതി ബാരിസാക്കിയിട്ട് ഉച്ചരിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതുപോലെ ഇഫ്അൽ എന്നതിലുള്ള അൻത പോലെ വുജൂബനല്ല ആര് ഹുവ എന്നുള്ളത്. പിന്നെയോ ഇതിന് നുഹാത്ത് പറയുന്നത് പിന്നെ ദമീറും മുസ്തത്തിറുൻ ജവാസൻ, മുസ്തത്തിർ ജായിസായ നിലക്കുള്ള ഇസ്തിതാറാണ് എന്നുള്ളതാണ്. മനസ്സിലായോ? ഇതാണ് അതിൻ്റെ പിന്നെ ഉദാഹരണം. അലാ കൊല്ലിൻ ഇപ്പം നമ്മളിവിടെ മനസ്സിലാക്കിയത് പിന്നെ റഫിൻ്റെ ദമീറുകളിൽ ആരുണ്ട്? മുസ്തത്തിറായ ദമീറുകളുണ്ട്. അതെവിടെയാണ്? അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത്. മുസ്തത്തിറായ ദമീർ വാജിബും ഇസ്തിതാറുണ്ട്, ജായിസുൽ ഇസ്തിതാറുണ്ട്. അതും നമ്മളിവിടെ മനസ്സിലാക്കി. നമ്മുടെ ഗ്രന്ഥകാരൻ ഇവിടെ 4 ഉദാഹരണങ്ങളാണ് കൊണ്ടുവന്നത്. 4 അവസ്ഥകളാണ് പറഞ്ഞത്. നിർബന്ധമായും റഫിൻ്റെ ദമീർ മുസ്തത്തിറാകേണ്ട. ഗ്രന്ഥകാരൻ ഇവിടെ ഉണർത്തിയില്ല. പക്ഷേ വ്യാകരണ പണ്ഡിതന്മാർ ഇപ്പം ഈ ഫിഅലിൽ ഇസ്മു ഫിഅലുകൾ, ഇസ്മു ഫിഅൽ അത് അംറിനുള്ള, അതേപോലെ ഇസ്മു ഫിഅൽ മുദാരിഇനുള്ള, അതിലൊക്കെയുള്ള ദമീർ ഇപ്പോൾ സഹ് മഹ്, നീ മിണ്ടല്ലേ എന്നർത്ഥത്തിൽ പ്രയോഗിക്കുന്ന സഹ് മഹ്, അതിലുള്ള ദമീറുകൾ നീ മിണ്ടല്ലേ, സഹ് അത് അൻത എന്നുള്ള ദമീർ. അതേപോലെ പിന്നെ ഉഫിൻ പിന്നെ എന്നുള്ള ഇസ്മു ഫിഅൽ മുദാരിഇനുള്ള സീഗ, അതിലടങ്ങിയ ദമീർ. അതേപോലെ ഈ ഫിഅൽ തഅജ്ജുബ് അതിൽ അടങ്ങിയ ദമീർ മാ അഹ്സന സെയ്ദൻ എന്നറിയും. മാ അഹ്സന സെയ്ദൻ, സെയ്ദ് എത്ര, സെയ്ദ് അവൻ എത്ര നന്നായിരുന്നു. മാ അഹ്സന അവിടെ പിന്നെ അതിലടങ്ങിയ ദമീർ. അതേപോലെ തന്നെ ഇസ്മു തഫ്ദീൽ സെയ്ദുൻ അഫ്ദലു മിൻ ഖാലിദിൻ, സെയ്ദുൻ സെയ്ദ് അഫ്ദലു അവൻ ഉത്കൃഷ്ടനാവുന്നു മിൻ ഖാലിദിൻ, ഖാലിദിനേക്കാൾ. അവിടെ പിന്നെ അഫ്ദൽ എന്നുള്ളതിൽ അടങ്ങിയ ദമീർ. ഇങ്ങനെ പിന്നെ ചില ഉദാഹരണങ്ങൾ ഇനിയുമുണ്ട്. അതേപോലെ തന്നെ ഈ അംർ ഫിഅലിൻ്റെ അർത്ഥത്തിൽ വരുന്ന മസ്ദറുകൾ, അതിലടങ്ങിയ ദമീർ. ഇതൊക്കെ ഈ നിർബന്ധമായിട്ടും ദമീറുകൾ പിന്നെ മുസ്തത്തിറായി വരുന്നവൻ്റെ വയുടെ ഉദാഹരണമായിട്ട് ഫിഅൽ ഇസ്മു ഫിഅൽ, അതേപോലെ തന്നെ ഫിഅൽ തഅജ്ജുബ് അല്ലെങ്കിൽ സിഗത്ത് തഅജ്ജുബ്, അതേപോലെ തന്നെ ഇസ്മു തഫ്ദീൽ, ഫിഅൽ അംറിൻ്റെ മാനയിൽ വരുന്ന മസ്തറുകൾ, പിന്നെ ഫിഅൽ അംറിൻ്റെ പകരമായിട്ട് ഉപയോഗിക്കുന്ന മസ്തറുകൾ.
ഇതിലൊക്കെയുള്ള ദമീറുകൾക്ക് ഇതിന് ഉദാഹരണമായിട്ട് വേറെയും പിന്നെ വ്യാകരണ പണ്ഡിതന്മാർ ഇദ്ദേഹത്തിൻ്റെ ഇങ്ങനെ ദമീറുകൾ മുസ്തത്തിറായി നിർബന്ധമായി വരുന്നത്, അതേപോലെ ജായിസായി വരുന്നതിൻ്റെയൊക്കെ ഉദാഹരണങ്ങൾ നൽകിയത് കാണാൻ സാധിക്കും. ഈ അൽഫിയയുടെ തന്നെ ഷുറാഹുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഉദാഹരണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ നമ്മളിവിടെ പിന്നെ പ്രധാനമായിട്ടും പിന്നെ മനസ്സിലാക്കേണ്ട ഭാഗമാണ് നമ്മുടെ ഗ്രന്ഥകാരൻ ഇബ്നു മാലിക് റഹിമഹുല്ലാഹ് ഇവിടെ നൽകിയിട്ടുള്ളത്. പിന്നെ അദ്ദേഹം, ഞാനിവിടെ അനുബന്ധം പറഞ്ഞത് കഫ് അൽ, അദ്ദേഹം ഈ ക പ്രയോഗിച്ച് ഇഫ് അൽ വാഫിഖ് നഖ്തബി തഷ്കുറു ഉണ്ടല്ലോ. അപ്പോൾ ഇതുപോലുള്ളതെന്ന് പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ്, ഈ പിന്നെ ഇസ്മു ഫെയിൽ, അതേപോലെ തന്നെ സീഗത്തു തഅജ്ജുബ്, ഫെയിലു തഅജ്ജുബ്, അതേപോലെ തന്നെ ഇസ്മു തഫ്ദീൽ, ഇങ്ങനെ പോലുള്ളതാണ്. അതിവിടെ ഒന്ന് സന്ദർഭോചിതം സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് നമുക്കിനി അടുത്ത ബൈത്തുകൾ തുടർന്നുള്ള ക്ലാസ്സുകൾ എടുക്കാം ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.